നമസ്തേ. പല എക്സാമിനും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ് മഹാകാവ്യ തന്നിട്ട് അതിൻ്റെ സർഗ് എത്രയാണെന്നും അതിൻ്റെ സർഗങ്ങളെ പറയുന്ന മറ്റു പേരുകൾ എന്താണെന്നും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്ന് നോക്കാം. അപ്പോൾ ചന്ദ് ബർദായി എഴുതിയ മഹാകാവ്യമാണല്ലോ പൃഥ്വിരാജ് രാസോ. അപ്പോൾ അതിൻ്റെ സർഗങ്ങൾ എന്ന് പറയുന്നത് 69 ഇതിൻ്റെ സർഗങ്ങൾ അറിയപ്പെടുന്നത് സമയ് എന്നുള്ളതാണ്. പല JLT, സെറ്റ്, കേട്ടറ്റ് പോലത്തെ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, HSTക്കൊക്കെ. അപ്പോൾ ഇതാരും മറന്നു പോകരുത്. ചന്ദ് ബർദായി പൃഥ്വിരാജ് രാസോ 69 സമയാണ് കേട്ടോ. അടുത്തത് ജായസി പത്മാവത് 57 ഖണ്ഡാണ്. അപ്പോൾ അത് 57 ഖണ്ഡങ്ങളായിട്ടാണ് അത് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ജായസി പത്മാവത് 57 ഖണ്ഡ്. അടുത്തത് തുളസീദാസ് രാമചരിതമാനസ് 7 കാണ്ഡാണ്. അത് പിന്നെ നമുക്കറിയാം. അടുത്തത് കേശവദാസ് രാമചന്ദ്രിക 39 പ്രകാശാണ് കേട്ടോ. അപ്പോൾ കേശവദാസ് രാമചന്ദ്രിക, ചന്ദ്രനാവുമ്പോൾ പ്രകാശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാൻ 39 പ്രകാശാണ്. അടുത്തത് മൈഥിലീശ്വരൻ ഗുപ്തിൻ്റെ സാക്കേത് 12 സർഗാണ് വരുന്നത്. അടുത്തത് വൈദേഹി വനവാസ് ഹരിഔദാണ് 18 സർഗാണ്. അടുത്തത് ഹരിഔദിൻ്റെ തന്നെ പ്രിയപ്രവാസ് 17 സർഗാണ് കേട്ടോ. അതെപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ സർഗങ്ങൾ വരുന്നത് പ്രത്യേകം എടുത്ത് പഠിക്കുക. ഇപ്പം ഇതുവരെ വന്നതിൽ പൃഥ്വിരാജ് രാസോ സമയാണ്. പിന്നെ സർഗങ്ങൾ വരുന്നത് സാക്കേത് സർഗ്, സർഗ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. സാക്കേത് സർഗ്. പ്രിയപ്രവാസിൻ്റെ ലാസ്റ്റ് സായാണല്ലോ, അപ്പോൾ അത് 17 സർഗ് അങ്ങനെ കണക്കാക്കുക. പിന്നെ ദ്വാരക പ്രസാദ് മിശ്രയുടെ കൃഷ്ണായൻ മഹാകാവ്യാണ്. പിന്നെ സൂർസാഗർ സൂർദാസ് 12 സ്കന്ദാണ്. അടുത്തത് ജയശങ്കർ പ്രസാദ് കാമായിനി 15 സർഗാണ്. അടുത്തത് രാംധാരി സിംഗ് ദിൻകർ ഉർവശി, അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ്. അടുത്തത് അന്ധേരേമി മുക്തിബോധ്. അടുത്തത് ബാലകൃഷ്ണ ശർമ്മ നവീൻ്റെ ഊർമിള. അടുത്തത് രാംകുമാർ വർമ്മയുടെ ഏകലവ്യ. അടുത്തത് രാമാനന്ദ് തിവാരിയുടെ പാർവതി. അപ്പോൾ ഇത്രയുമാണ് ഹിന്ദി സാഹിത്യത്തിൽ വരുന്ന മഹാകാവ്യങ്ങൾ. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ചന്ദ് ബർദായി പൃഥ്വിരാജ് രാസോ 69 സമയി, ജായസി പത്മാവത് 57 ഖണ്ഡ്, തുളസീദാസ് രാമചരിതമാനസ് 7 കാണ്ഡ്, പിന്നെ മൈഥിലീശ്വരൻ ഗുപ്ത് സാക്കേത് 12 സർഗ്, ഹരിഔദിൻ്റെ പ്രിയപ്രവാസ് 17 സർഗ്, ജയശങ്കർ പ്രസാദ് കാമായിനി 15 സർഗ്. ഇതാണ് എപ്പോഴും ചോദിച്ച് കാണാറുള്ള മഹാകാവ്യങ്ങൾ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നോക്കി പഠിക്കുക. ധന്യവാദ്.